അപ്പോൾ എല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുകയായിരിക്കും. എക്സാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 എക്സാം കൂടെ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു എക്സാം അല്ലെങ്കിൽ 2 എക്സാം, മലയാളംകാർക്കാണെങ്കിൽ 2 എക്സാം അല്ലെങ്കിൽ മറ്റവർക്ക് 1 എക്സാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ അത് എന്നാണെന്ന് കറക്റ്റ് ഡേറ്റ് തൊട്ട് വന്നിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമാണ്. എന്തൊക്കെയോ ഇങ്ങനെ മാറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഡേറ്റ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചും വലിയൊരു ധാരണയില്ല. അപ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക, അത്രയും സമയം നമുക്ക് വെറുതെ ക്ലാസ്സുകൾ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോർത്ത് സെമ്മിൻ്റെ ബാക്കി എടുക്കാം. നമ്മുടെ ഫോർത്ത് സെം നമ്മൾ ഒരുപാട് ബാക്കിലാണ്. എക്സാമും അതും ഇതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ പറയുക, ഫുള്ളായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർത്ത് സെമ്മിൻ്റെ ക്ലാസ് നമുക്ക് പറ്റുന്ന പോലെ കുറച്ചെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് സ്പെഷ്യലായിട്ട് വെക്കേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അറിയാമല്ലോ, ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം മാത്രമേ ക്ലാസ്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ ഭാഗം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല കുറേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എക്സാമും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ തേഴ്സ്റ്റിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് തേഴ്സ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ടൈപ്സ് ഓഫ് തേഴ്സ്റ്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പറയാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ റെഗുലേഷനാണ്. വാട്ടർ റെഗുലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേഴ്സ്റ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടർ കോൺസെൻട്രേഷനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേഴ്സ്റ്റിനെ ട്രിഗർ ചെയ്യാൻ എസെൻഷ്യലാണ്. അതേപോലെ അത് വാട്ടർ ഇൻടേക്കിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. വാട്ടർ കോൺസെൻട്രേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡിയിൽ എത്രമാത്രം വാട്ടർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ഇൻടേക്കിൻ്റെ കാര്യത്തിലേക്ക് റെഗുലേഷൻ എടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ടർ റെഗുലേഷനെ നമ്മൾ വാട്ടർ റെഗുലേഷനിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? വാട്ടർ റെഗുലേഷൻ്റെ ഫാക്ടേഴ്സ്, അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പെരിഫറൽ ഫാക്ടേഴ്സും സെൻട്രൽ ഫാക്ടേഴ്സും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. പെരിഫറൽ ആൻഡ് സെൻട്രൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് വാട്ടർ റെഗുലേഷനിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പെരിഫറൽ ഫാക്ടേഴ്സാണ്. നമ്മൾ ടൈപ്സ് ഓഫ് തേഴ്സ്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് തേഴ്സ്റ്റ് ഉണ്ട്. ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റും സെല്ലുലാർ ഡീഹൈഡ്രേഷൻ തേഴ്സ്റ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോവോളിമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തേഴ്സ്റ്റാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലോസ് ഓഫ് ബ്ലഡ് വോളിയം. ബ്ലഡ് വോളിയത്തിൽ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത്. അത് ബ്ലഡ് വോളിയത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയിലെ സെൽസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് തേഴ്സ്റ്റിനെ ട്രിഗർ ചെയ്യും. പിന്നെ അതിൻ്റെ വാട്ടർ ആൻഡ് സാൾട്ടിനെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിലൂടെ അതിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം എന്നുള്ളത്. അതായത് ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് കിഡ്നിയിലെ സെൽസ് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, വാട്ടർ റെഗുലേഷൻ, നമുക്ക് വെള്ളം കുടിക്കുക എന്നുള്ള ഒരു തേഴ്സ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതും പിന്നെ അതേപോലെ സാൾട്ടിൻ്റെ റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റമാണ് ഇനി പറയാൻ പോകുന്നത്. ഹൈപ്പോവോളീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലഡ് വോളിയം കുറയുന്നതിനാണ് നമ്മൾ ഹൈപ്പോവോളീമിയ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോവോളീമിയ ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആക്ടിവേറ്റ് ആകും. ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് കിഡ്നിയിലെ സെൽസാണ്. അപ്പോൾ നമ്മുടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കുറയുന്ന സമയത്ത് കിഡ്നിയിൽ തന്നെ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഉണ്ട്. അതായത് ഗ്ലോമറുലസിൻ്റെ ഭാഗത്ത് വരുന്ന ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഉണ്ട്. ഇത് പ്രിക്വേഴ്സർ പ്രോട്ടീൻ ആയിട്ടുള്ള നമ്മുടെ അതായത് കിഡ്നിയിലെ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്
എന്ത് ചെയ്യും വെച്ചാൽ ഒരു പ്രിക്കോസർ പ്രോട്ടീനുള്ള കേട്ടോ പ്രോറെനിൻ, അതായത് റെനിൻ്റെ മുമ്പ് റെനിൻ ആവുന്നതിന് മുമ്പ് പ്രോറെനിൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രോറെനിനെ ബ്ലഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രോറെനിൻ. അതിനെ റെനിനായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് അതിനെ സർക്കുലേഷനിലേക്ക് ഡയറക്റ്റ്ലി സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ സെൽസ് എന്ന് പറഞ്ഞാൽ ജെക്സ്റ്റ ഗ്ലോമറുലാർ സെൽസ് ആണ്. അതിൽ ഈ സെൽസ് ആദ്യം ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും അതിൻ്റെ ആ ഒരു ലോ വോളിയം കാരണമാണ് എന്ത് ബ്ലഡിലെ ലോ വോളിയം കാരണമാണ്, ഡ്യൂ ടു ലോ വോളിയം. അപ്പോൾ ആ സമയത്ത് എന്ത് വെച്ചാൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് റെനിൻ. ഈ റെനിൻ ആവുന്നത് റെനിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റെനിൻ ആയതിന് ശേഷം ഈ റെനിൻ എന്ത് ചെയ്യുന്നറിയോ, ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് അത് പ്രോട്ടീൻ ആയിട്ടുള്ള ആൻജിയോടെൻസിൻ 1 ആക്കും. ഈ ആൻജിയോടെൻസിനോജൻ എവിടെയാണ് ഉള്ളതെന്നറിയോ, ലിവറാണ് ഈ ആൻജിയോടെൻസിനോജനെ റിലീസ് ചെയ്യുന്നത്. റിലീസ്ഡ് ബൈ ദ ലിവർ ടു ആൻജിയോടെൻസിൻ 1. ലിവറിലാണ് ഈ ഒരു ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ റെനിൻ പ്രോട്ടീൻ അതിനെ കാറ്റലൈസ് ചെയ്യുന്ന പ്രോട്ടീൻ ആൻജിയോടെൻസിനോജനെ അതൊരു ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. റെനിന് ബ്ലഡിലേക്ക് കയറിയിട്ട് ഈ ഒരു പ്രോട്ടീനെ ആൻജിയോടെൻസിനോജനെ കാറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ബ്ലഡിലേക്ക് കയറാൻ മീൻസ് അത് ലിവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ഈ ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻജിയോടെൻസിൻ അങ്ങനെ നിൽക്കില്ല. ആൻജിയോടെൻസിൻ 1 അത് പെട്ടെന്ന് തന്നെ ബ്ലഡിൽ എന്ത് ചെയ്യുമെന്നറിയോ, അതിൻ്റെ ആക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ 2 ആണ്. ആൻജിയോടെൻസിൻ പെട്ടെന്ന് തന്നെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ആൻജിയോടെൻസിൻ 2ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻജിയോടെൻസിൻ 2ന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നറിയോ, അത് ശരിക്കും ഒരു വാസോ കൺസ്ട്രിക്ടറാണ്. എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഒരു മിനിറ്റ്, നമ്മുടെ ആൻജിയോടെൻസിൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻ്റ് വാസോ കൺസ്ട്രിക്റ്റീവ് പെപ്റ്റൈഡാണ്. അത് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വാസോ കൺസ്ട്രക്ഷൻ നടക്കണമെന്നല്ലേ, ഈ ആൻജിയോടെൻസിൻ 2 നമ്മുടെ ബ്ലഡ് വെസൽസിനെ എന്ത് ചെയ്യുന്നറിയോ, അതിനെ നാരോ ആക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈറ്റ് കുറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൺജസ്റ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടും. അപ്പോൾ അങ്ങനെ ബ്ലഡ് പ്രഷർ കൂട്ടും. അതേപോലെ തന്നെ ഇതിലൂടെ അത് പിന്നെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽഡോസ്റ്റിറോണായിട്ട് അഡ്രിനൽ കോർട്ടെക്സിൽ പോയിട്ട് ആൽഡോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യാം. അതേപോലെ റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം, പിന്നെ അതേപോലെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, അതിൻ്റെ കോൺസിക്വൻസസ് വെള്ളം, അതായത് സോഡിയത്തിന് വേണമെന്നുണ്ടെങ്കിൽ റീഅബ്സോർബ് ചെയ്യും. അതേപോലെ സോഡിയം കൂടുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബ്ലഡിൽ നിന്ന് അതും എടുക്കും. അതേപോലെ പൊട്ടാസ്യത്തെ ഒഴിവാക്കുക, എക്സ്ക്രീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ ഈ ഒരു ആൻജിയോടെൻസിൻ 2 ആണ് ചെയ്യുന്നത്. അത് ആൻജിയോടെൻസിൻ 2 ട്രാവൽ ചെയ്ത് ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആൻജിയോടെൻസിൻ 2ക്ക് അധികം ഇതില്ല, അത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും. പിന്നെ അതേപോലെ അത് അഡ്രിനൽ കോർട്ടെക്സിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായി അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നും അതെന്താ ചോദിച്ചാൽ ഒരുപാട് ഹോർമോൺസിൻ്റെ എഫക്റ്റിൻ്റെ കാസ്കേഡ് റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിയിൽ നിന്നും വെള്ളവും സോഡിയവും റിയാപ്റ്റേക്കും. പിന്നെ അതേപോലെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് പ്രധാനപ്പെട്ട പണി. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ.
ഒന്നാമത്തെ കാര്യം ആൻജിയോടെൻസിൻ 2 ആയി കഴിഞ്ഞാൽ തന്നെ അത് വാസോ കൺസ്ട്രിക്ടറാണ്. ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്ത് അതിനുള്ളിലെ ബ്ലഡ് പ്രഷർ കൂട്ടും. പിന്നെ ഇത് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹോർമോണായിട്ടുള്ള ആൽഡോസ്റ്റിറോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും പിറ്റ്യൂട്ടറി വഴി. അപ്പം അത് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഡോസ്റ്റിറോണിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ സോഡിയം, വാട്ടർ, അതിൻ്റെ റീഅബ്സോർപ്ഷൻ കാര്യങ്ങളൊക്കെയാണല്ലോ, ആ ഒരു ബാലൻസ് അത് ഇതാക്കുക. അതേപോലെ പൊട്ടാസ്യത്തിന് ഒഴിവാക്കുക, എക്സ്ക്രീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിവിടെ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്ക് വേണ്ട വെള്ളം, ഇനീഷ്യേഷൻ ഓഫ് ഡ്രിങ്കിങ്, നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതേപോലെ ബിഹേവിയർ ആൻഡ് സാൾട്ട് അപ്പറ്റൈറ്റ് വയ ദ സബ്ഫോണിക്കൽ ഓർഗൻ. സബ്ഫോണിക്കൽ ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു പാർട്ടാണ്. ഇത് ഫോണിക്സ് ആണ്, ഫോണിക്സ് അല്ല, സബ്ഫോണിക്കൽ, ഒരു മിനിറ്റ്. ഈ സബ്ഫോണിക്കൽ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ഫോണിക്കൽ ഓർഗൻ വഴിയാണ് ഈ ഒരു ഇത് പറഞ്ഞത് നമ്മൾ, ഇനീഷ്യേഷൻ ഓഫ് ഡ്രിങ്കിങ് ബിഹേവിയറും അതേപോലെ സാൾട്ട് അപ്പറ്റൈറ്റ് ഇതിൻ്റെയൊക്കെ ഇതും കൺട്രോളോട് വരുന്നത്. ഈ സബ്ഫോണിക്കൽ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർക്കം വെൻട്രിക്കുലർ ഓർഗനാണ് ബ്രെയിനിലെ സെർക്കം വെൻട്രിക്കുലർ ഓർഗൻ. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം വരുന്നത്, അതിൻ്റെ ലൊക്കേഷൻ അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർണിക്സ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ നമ്മൾ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തതാണ് ഫോർണിക്സ്. ഇതിൽ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർണിക്സിൻ്റെ വെൻട്രൽ സർഫസിലായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ SFO, അതായത് സബ്ഫോണിക്കൽ ഓർഗൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പേര് കിട്ടാൻ കാരണം അതാണ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഇൻ്റർ വെൻട്രിക്കുലർ ഫൊറാമിന, അതായത് ഫൊറാമിന മൊൺറോ എന്ന് പറയാം, ഫൊറാമിന മൺട്രോ. ഈ പിക്ചറിൽ ഫൊറാമിന ഓഫ് മൺട്രോ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് വരുന്നതാണ് ഇത് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ എന്നുള്ളതല്ല, ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർണിക്സിൻ്റെ അടുത്തുള്ള ഇൻ്റർ വെൻട്രിക്കുലർ ഫൊറാമിന അല്ലെങ്കിൽ ഫൊറാമിന ഓഫ് മൺട്രോയുടെ വെൻട്രൽ സർഫസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്, സബ് ഫോർണിക്കൽ ഓർഗൻ. സബ് മീൻസ് നമ്മൾ സാധാരണ സബ് എന്ന് പറയുന്നത് എന്താ, ഒരു ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ആൾ എന്നുള്ളതാണല്ലോ സബ് ഫോർണിക്കൽ. അപ്പോൾ ഫോർണിക്കൽ ഈ ഒരു ഫൊറാമിനയുടെ ഫോർണിക്സിൻ്റെ അടുത്തായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫൊറാമിൻ ഓഫ് മൺട്രോ എന്ന് പറഞ്ഞതിൽ ഫൊറാമിൻ ഓഫ് മൺട്രോ, ഈ ഫൊറാമിൻ ലാറ്ററൽ വെൻട്രിക്കിൾസിനെയും അതേപോലെ തേർഡ് വെൻട്രിക്കിൾ ഓഫ് ബ്രെയിൻ, ഇതൊക്കെ ബ്രെയിനിൽ ഓരോരോ പാർട്ടുകളാണ്. നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, കേൾക്കുക, പഠിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ടേമും നമുക്കിപ്പോൾ വേറെ ഒന്നും ആക്കാൻ പറ്റില്ല. ഫിസിയോളജീൻ്റെ ഏറ്റവും വലിയ ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് വേറെ കുറേ കഥകളോ അല്ലെങ്കിൽ പാട്ടൊന്നും ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തുമില്ല. എക്സാമിന് നിങ്ങൾക്ക് ആ പാട്ട് മാത്രം ഓർമ്മ ഉണ്ടാവും, പക്ഷെ അത് എന്താണെന്നോ എന്തിനാണെന്നോ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഓരോരോ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ അല്ലാണ്ട് നമുക്കൊന്നും പഠിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഫൊറാമിൻ ഓഫ് മൺട്രോ ഇതിലൊന്നൊന്ന് മാർക്ക് ചെയ്ത ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ലാറ്ററൽ വെൻട്രിക്കിൾ അതിൻ്റെ മുകളിലായിട്ട് ഫോർണിക്സിൻ്റെ ആ ഭാഗത്തായിട്ട് അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്നുണ്ട് ലാറ്ററൽ വെൻട്രിക്കിൾ. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് തേർഡ് വെൻട്രിക്കിൾ. ഇതിനെ പരസ്പരം കണക്റ്റ് ചെയ്യുന്നത് ഈ ഫൊറാമിൻ ഓഫ് മൺട്രോ ആണ് ഇൻ്റർ കണക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പിക്ചറിൽ ഒരു മിനിറ്റ്, നമ്മുടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം എന്നുള്ളത്. ആൻജിയോടെൻസിനോജൻ ലിവറിലാണ്. ഒരു മിനിറ്റ്, ആൻജിയോടെൻസിനോജന് എന്താക്കുകയാണ്, കിഡ്നി റെനിനെ റിലീസ് ചെയ്തിട്ട് ആൻജിയോടെൻസിൻ 1 ആക്കുന്ന എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആൻജിയോടെൻസിൻ്റെ തന്നെ ഇതാണ്. ഒരു മിനിറ്റ്, അതിനൊരു ഫുൾ ഫോം കറക്റ്റായിട്ടുണ്ടായിരുന്നു, ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ആൻജിയോടെൻസിനുമായിട്ട് കണക്റ്റഡ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്നാണ് എയ്സിൻ്റെ ഫുൾ ഫോം. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഓക്കെ, അപ്പം ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കും. ആൻജിയോടെൻസിൻ 2-ൽ നിന്ന് ആൻജിയോടെൻസിൻ 2-ലാണ് അവിടെ നിൽക്കുന്നത്. ഈ ആൻജിയോടെൻസിൻ 2-ൽ തന്നെ ഡിഫറെൻറ്റ് ഭാഗത്ത് പോയിട്ട് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൽഡോസ്റ്റിറോണിൻ്റെ ഭാഗത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ വാട്ടർ, അതേപോലെ സോൾട്ട് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യത്തിന് ഒഴിവാക്കുക, സോഡിയത്തിന് ഉള്ളിലേക്ക് കയറ്റുക, അങ്ങനെയൊക്കെയുള്ള പണികളാണ് ആൽഡോസ്റ്റിറോൺ സെക്രീഷനിൽ പ്രധാനമായിട്ടും വരുന്നത്. ADH മെയിനായിട്ട് ADH ആൻറ്റി ഡയോററ്റിക് ഹോർമോണാണ്, വാട്ടർ റെഗുലേഷനാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൽ റീനൽ സോഡിയം ആൻഡ് ഫ്ലൂയിഡ് റീറ്റൻഷൻ അതിൽ പറയുന്നുണ്ട്. അതിന് റെഗുലേഷനായിട്ട്, അതായത് പുറത്തേക്ക് തള്ളണമെങ്കിൽ അകത്തേക്ക് എടുക്കണമെങ്കിൽ എടുക്കുക എന്നുള്ളൊരു സംഭവം. പിന്നെ ആട്രിയൽ വാസോ കൺസ്ട്രക്ഷൻ, അത് ബ്ലഡ് വെസൽസിൽ ഇത് പോയിട്ട് എന്താണ് ചെയ്യുന്നത്, ആൻജിയോടെൻസിൻ 2 അത് ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ സിമ്പതറ്റിക് ഓവർ റൈഡ് ആൻഡ് തേഴ്സ്റ്റ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്, അത് തേഴ്സ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഹൈപ്പർ ടെൻഷനും പിന്നെ അതേപോലെ റീനൽ സോഡിയം ആൻഡ് ഫ്ലൂയിഡ് റിറ്റൻഷനൊക്കെയാണ് അതിൻ്റെ ഒരു പൊതുവായിട്ട് പറയുമ്പോൾ ഉള്ളൊരു അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആൻജിയോടെൻസിൻ സംഭവത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ ഇത് കുറയുന്ന സമയത്ത് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് റെനിനെ പിന്നെ റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു, പിന്നെ എയ്സ് ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു ഇത് ജലവണ സന്തുലനവും പിന്നെ അതേപോലെ പ്രഷറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. ഇനി ഈ ഒരു പറയുമ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം മാത്രമല്ല ഹൈപ്പോവോളീമിയ എന്ന് പറയുന്നത്. റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം മാത്രമല്ല ഹൈപ്പോവോളീമിയയെ ഡിറ്റക്റ്റ് ചെയ്യുന്ന വേറെയും ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ആർട്ടീരിയൽ ബാരോ റിസപ്റ്റേഴ്സ്. ആർട്ടീരിയൽ ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടറിയിലെ പ്രഷറിൻ്റെ റിസപ്റ്റേഴ്സ്. ഈ ആർട്ടറിയിലെ ബാരോ റിസപ്റ്റേഴ്സ് ഒരു ഡിക്രീസ്ഡ് ആർട്ടീരിയൽ പ്രഷറിനെ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഏരിയ പോസ്ട്രിമ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഏരിയ പോസ്ട്രിമ എന്ന് പറയുന്നത് ഈ ഒരു അതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ബ്രെയിനിലെ പാർട്ടുകളാണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏരിയ പോസ്ട്രിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലെ മിഡുല്ല ഒബ്ലോങ്കേറ്റയിലുള്ള ഒരു പെയേർഡ് സ്ട്രക്ചറാണ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ പോസ്ട്രിമ ഈ പിക്ചറിൽ നോക്കുക, ഏരിയ പോസ്ട്രിമ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെയേർഡ് സ്ട്രക്ചറാണ് മിഡുല്ല ഒബ്ലോങ്കേറ്റയിലെ ഏരിയ പോസ്ട്രിമ. അപ്പം അത് പിന്നെ അതേപോലെ തന്നെ ഏരിയ പോസ്ട്രിമ മാത്രമല്ല, ഏരിയ പോസ്ട്രിമയും അതേപോലെ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരി എന്ന് പറയുന്നത് അതും ഇതുമായിട്ട് ചേർന്ന് വരുന്നൊരു ഭാഗം തന്നെയാണ് ബ്രെയിനിലെ സോളിറ്ററി ട്രാക്റ്റ്. അതായത് ശരിക്കും മെഡുലയിലെ തന്നെ പോസ്റ്റീരിയോ ലാറ്ററൽ റീജിയനിൽ വരുന്നതാണ്. സോളിറ്ററി ന്യൂക്ലിയസും അതിൻ്റെയോട് ചേർന്ന് അതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് രണ്ടും സിഗ്നൽ ചെയ്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ സിഗ്നൽ ചെയ്യുന്നത് ഏരിയ പോസ്റ്റുമയിലും പിന്നെ അതുപോലെ ന്യൂക്ലിയസ് ട്രാക്ട് സോളിറ്ററിയിലുമാണ്. ഇനി അതുമാത്രമല്ല കാർഡിയോ പൾമണറി റിസപ്റ്റേഴ്സും ഒരു ബ്ലഡ് വോളിയം സെൻസ് ചെയ്യും. കാർഡിയോ പൾമണറി റിസപ്റ്റേഴ്സ് ബ്ലഡ് വോളിയം കുറയുമ്പോൾ അതിനെ സെൻസ് ചെയ്തിട്ട് ഏരിയ പോസ്റ്റുമയിലും അതേപോലെ ന്യൂക്ലിയസ് ട്രാക്ട് സോളിറ്ററിയിലേക്കും സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അത് 2 റിസപ്റ്റേഴ്സ്, ഒന്ന് ആർട്ടറിയിലെ പ്രഷർ റിസപ്റ്റേഴ്സും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റിസപ്റ്റേഴ്സ്. കാർഡിയോ പൾമണറി റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹാർട്ടിലും അതേപോലെ ലങ്സിലൊക്കെയുള്ള റിസപ്റ്റേഴ്സും ഈ ഒരു ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് സിഗ്നൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത് പറയാനുള്ളത് സെല്ലുലാർ ഡീഹൈഡ്രേഷൻ തേഴ്സ്റ്റാണ്. അതിന് നെക്സ്റ്റ് ഭാഗത്തായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൈപ്പോളീമിക് തേഴ്സ്റ്റിനെ കുറിച്ചിട്ടാണ്. അതിൽ വരുന്നതാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം.